जिम्मेदार यहाँ हर नागरिक की यही तो है पहचान। अपने विवेक से उसे ही चुनोगे जिसमें ना हो कोई खोट, तभी तो बढ़ेगा ये देवास हमारा बिना कोई रोक टोक। जब निकलोगे और दोगे अपना वोट, जब निकलोगे और दोगे अपना वोट, जब निकलोगे और दोगे अपना वोट, जब निकलोगे और दोगे अपना वोट। വാളെടുക്കണം വല വിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം ദേഷ്യം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് വാളെടുക്കണം വല വിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം കൈനനയാതെ മീൻ പിടിക്കണം മീൻ പിടിക്കണം മീൻ പിടിക്കണം മാനത്തുള്ളത് മനസ്സിൽ കാണണം മനസ്സിൽ കാണണം മനസ്സിൽ കാണണം ആളറിയാതെ കാല് വരണം ആരുമൽ ചിരി കൊണ്ട് കഴുത്തറുക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് വാളെടുക്കണം വല വിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം ദേഷ്യം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം നേരാ നേരത്ത് വാക്ക് മാറ്റണം കാലു മാറണം ചോട് മാറ്റണം നാലാള് കൂടുമ്പോൾ കേറി നിൽക്കണം ഓടിയെത്തണം വീറു കാട്ടണം ആളുന്ന തീയില് തിരിയെണ്ണ പാരണം ആപത്തിൽ അവനാന്റെ തടി നോക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് വാളെടുക്കണം വല വിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം ദേഷ്യം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ ജയമെന്തുന്ന മുക്കേ പൈങ്കിളിയെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം
കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുള്ളിക്കെട്ട്. കയറ് വിട്ട കാള ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ. മാനത്തിൻ അവകാശി ആരാണെന്ന പിടിവാശി, സൂര്യനും ചന്ദ്രനും തമ്മിൽ പോരാട്ടം. ഒരു ജയിക്കാനായിട്ട് അമ്പോ നെട്ടോട്ടം. രാവിൻ കോട്ട പിടിക്കാൻ സൂര്യൻ, പകലിൻ നായകനാവാൻ ചന്ദ്രൻ. വെയിലുകൊണ്ട് നിലവുകൊണ്ട് പല വഴിക്ക് പടനയിച്ച് 18 അടവെടുക്കണേ. പോരാട്ടം മുറുകണേ, മൂച്ചു കേറണേ. പോരാട്ടം മുറുകണേ, കേറണേ. പോരാട്ടം മുറുകണേ, മൂച്ചു കേറണേ. മാനത്തിൻ അവകാശി ആരാണെന്ന പിടിവാശി, സൂര്യനും ചന്ദ്രനും തമ്മിൽ പോരാട്ടം. മാരിവിൽ കുലച്ചുകൊണ്ടാണ് മത്സരം. ഇടിമിന്നലു വെട്ടി കളിതുള്ളിടുമംഗം, എന്തു വേണമറിയാതെ നിൽക്കണുവാനം. അടിവച്ചങ്കടിവച്ച് അവരെന്നെ കരുതേച്ച്, ജയമെത്താൻ ഇരുപറ്റം കോപ്പു കൂട്ടണേ. പോരാട്ടം മുറുകണേ, മൂച്ചു കേറണേ. പോരാട്ടം മുറുകണേ, മൂച്ചു കേറണേ. 4 മത്സരാർത്ഥികളാണ് രംഗത്തുണ്ടായിരുന്നത്. ഈ 4 മത്സരാർത്ഥികളിൽ ആരാണ് വിജയിച്ചത് എന്ന് റിസൾട്ട് അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ട് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത്, ആരെയാണ് നിങ്ങൾ ഏറ്റവും യോഗ്യനായ ആളായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്, അല്ലേ? അതറിയണ്ടേ നമുക്ക്? വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ കൂടിച്ചേർന്നത്, അല്ലേ? ഇതിന്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള 2 ആൾക്കാര് പിന്നിലുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ ഇലക്ഷൻ കമ്മീഷൻ മുതൽ ടീച്ചറാണ്. അതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആരാ? സുബൈവത്ത് ടീച്ചറാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും ഈ ഒരു പ്രക്രിയ ഏറ്റവും സ്മൂത്തായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അത് കൂടാതെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഓഫീഷ്യൽസ് ഉണ്ട്, ചില ആൾക്കാർ, അല്ലെ? ആരൊക്കെയായിരുന്നു ഓഫീഷ്യലായിട്ട് നിന്നത്? നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഫാത്തിമ കെ, അതേപോലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ട് നിന്നത് പേര് വിളിച്ച് ആരൊക്കെയാണോ വോട്ട് ചെയ്യാൻ യോഗ്യരായവരെന്ന് തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ നോക്കി പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയത് ഫാത്തിമ PK ആയിരുന്നു, അല്ലെ? അതുകൂടാതെ പോളിംഗ് ഓഫീഷ്യൽസായി 2 പേര്, അതായത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രക്രിയ നടത്തിയത് ഈ അടയാള നിയമനത്തിലാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത് ഇത്ര സ്മൂത്തായി നടന്നത്. അവരെ കൂടി അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ഫലപ്രഖ്യാപനത്തിലേക്ക് പോകാം.
ഓക്കെ, കാൻഡിഡേറ്റ്സ് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഖ്യാപനമാണ് നടക്കേണ്ടത്. നിലവില് 4 മത്സരാർത്ഥികളില് 2 പേർക്ക് തുല്യമായ വോട്ടുകളാണ് ലഭിച്ചത്. 2 പേര്, ഒന്ന് അർവ MP, അതുപോലെ തന്നെ ഫാത്തിമ ഫൗസാനി. അവര് പിന്നെ 3-ാം സ്ഥാനത്താണുള്ളത് 2 പേരും. അപ്പോ 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നത് ആരായിരിക്കും നിങ്ങളുടെ ഒരു ഗസ്റ്റ്? 2-ാം സ്ഥാനം സനയായിരിക്കും. അപ്പോ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ സനയാണ് 2-ാം സ്ഥാനത്തുള്ളത്. ഇനി 1-ാം സ്ഥാനത്ത് ഒരാളുണ്ടല്ലേ? 1-ാം സ്ഥാനത്ത് അതിനാലാണ്. അപ്പോ നിലവിൽ പുതിയല്ലാതെ 2-ാം സ്ഥാനത്ത് അതിനാലാണ് ഈ വർഷത്തെ പിന്നെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി.